ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ എന്താണ് സോഷ്യോളജി എങ്ങനെയാണ് രൂപം കൊണ്ടത്, അതേപോലെ തന്നെ സോഷ്യോളജിയിലെ ബുദ്ധിപരമായിട്ടുള്ള ആശയങ്ങൾ എന്തെല്ലാം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് സോഷ്യോളജി എന്നുള്ളത് നോക്കാം. സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ സോഷ്യൽ ലൈഫ്, ഗ്രൂപ്പ്സ് ആൻഡ് സൊസൈറ്റി. സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ സോഷ്യൽ ലൈഫ്, ഗ്രൂപ്പ്സ് ആൻഡ് സൊസൈറ്റി. മനുഷ്യന്റെ സാമൂഹിക ജീവിതം, ഗണങ്ങൾ, സമൂഹങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് സമൂഹശാസ്ത്രം എന്ന് പറയുന്നത്. സമൂഹശാസ്ത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സാമൂഹിക ജീവിതം, ഗണങ്ങൾ, സമൂഹങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ്. And the sociological perceptions of society and social life are quite different from philosophical and religious thoughts and common sense knowledge. സമൂഹശാസ്ത്രം എന്ന വിജ്ഞാന ശാഖ സമൂഹത്തെ പറ്റി വ്യത്യസ്തമായൊരു ആശയം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് തത്വശാസ്ത്രപരമായ ചിന്തകളിൽ നിന്നും, ഫിലോസഫിക്കൽ തോട്ട്സിൽ നിന്നും, റിലീജിയസ് തോട്ട്സ് അതിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ കോമൺ സെൻസ് നോളജിൽ നിന്നും വ്യത്യസ്തമാണ്. സാമാന്യബോധ കാഴ്ചപ്പാടുകളിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പൊ ഇവിടെ തത്വശാസ്ത്രപരമായ ചിന്തകളിൽ നിന്നും സാമാന്യബോധ കാഴ്ചപ്പാടുകളിൽ നിന്നും വ്യത്യസ്തമായതാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഈ സോഷ്യോളജി സമൂഹത്തെ പറ്റി വ്യത്യസ്തമായൊരു ആശയം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോഷ്യോളജിയിൽ ഒരുപാട് സയന്റിഫിക് മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ശാസ്ത്രീയപരമായിട്ടുള്ള മാർഗങ്ങൾ ഒരുപാട് നമ്മൾ സോഷ്യോളജിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സോഷ്യോളജിയുടെ കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം, നിർവചനങ്ങൾ നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് മാക്സ് വെബറുടെ ഡെഫിനിഷനാണ്. ഒരു ഇമ്പോർട്ടന്റ് സോഷ്യോളജിസ്റ്റ് ആണ്, ജർമ്മൻ സാമ്പത്തിക വിദഗ്ധനും ചരിത്രകാരനും കൂടിയാണ് ഈ മാക്സ് വെബർ എന്ന് പറയുന്നത്. അദ്ദേഹം സമൂഹശാസ്ത്രത്തെ നിർവചിക്കുന്നത് സമൂഹ പ്രവർത്തനങ്ങൾ വ്യാഖ്യാനപരമായി മനസ്സിലാക്കുന്നതിന് ശ്രമിക്കുന്ന ഒരു ശാസ്ത്രമാണ് സമൂഹശാസ്ത്രം എന്ന് പറയുന്നത്. സമൂഹ പ്രവർത്തനങ്ങൾ വ്യാഖ്യാനപരമായി മനസ്സിലാക്കുന്നതിന് ശ്രമിക്കുന്ന ശാസ്ത്രത്തെ നമുക്ക് എന്ത് പറയാം? സമൂഹശാസ്ത്രം എന്ന് പറയാം. ഈ ഒരു നിർവചനം കൊടുത്തത് മാക്സ് വെബർ. മാക്സ് വെബർ പറയുന്നത് സമൂഹ പ്രവർത്തനങ്ങൾ വ്യാഖ്യാനപരമായി മനസ്സിലാക്കുന്നതിന് ശ്രമിക്കുന്ന ശാസ്ത്രമാണ് സമൂഹശാസ്ത്രം. ഇനി നമ്മൾ പറയുന്നത് മറ്റൊരു സമൂഹശാസ്ത്രജ്ഞനായിട്ടുള്ള അഗസ്തേ കോംതെ, സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അഗസ്തേ കോംതെയുടെ നിർവചനമാണ് മാറ്റമില്ലാത്ത പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായ സാമൂഹ്യ പ്രതിഭാസങ്ങളുടെ ശാസ്ത്രത്തെയാണ് സമൂഹശാസ്ത്രം എന്ന് പറയുന്നത്. മാറ്റമില്ലാത്ത പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായ സാമൂഹ്യ പ്രതിഭാസങ്ങളുടെ ശാസ്ത്രത്തെ സമൂഹശാസ്ത്രം എന്ന് പറയാം. അന്വേഷണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് കണ്ടുപിടിക്കലാണ് എന്നതുകൂടി അഗസ്തേ കോംതെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അന്വേഷണങ്ങളുടെ ലക്ഷ്യം അത് കണ്ടുപിടിക്കലാണ്. ഇതാണ് അഗസ്തേ കോംതെയുടെ നിർവചനം. ഇതൊക്കെയാണ് പ്രധാന നിർവചനങ്ങൾ. പിന്നെ ഒരുപാട് നിർവചനങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് സോഷ്യോളജി എന്നുള്ളത് മനസ്സിലായി കാണും. ഇനി നമ്മൾ പറഞ്ഞു സോഷ്യോളജി എന്ന് പറയുന്നത് കോമൺ സെൻസ് നോളജിൽ നിന്നും വ്യത്യസ്തമാണെന്ന് പറഞ്ഞു. സാമാന്യ ബോധത്തിൽ നിന്നും വ്യത്യസ്തമായതാണ് സമൂഹശാസ്ത്രം എന്ന് പറഞ്ഞു. അപ്പൊ ഈ സമൂഹശാസ്ത്രവും സാമാന്യ ബോധവും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് നോക്കാം. സാമാന്യ ബോധം എന്ന് പറയുന്നത് വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. ഓരോ വ്യക്തിക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. ആ അഭിപ്രായങ്ങൾ ഈ സാമാന്യ ബോധത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സാമാന്യ ബോധം എന്ന് പറയുന്നത് വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. അതിന് യാതൊരു ശാസ്ത്രീയ പിന്തുണയും ഉണ്ടായിരിക്കില്ല. യാതൊരു ശാസ്ത്രീയ പിൻബലവും ഇല്ലാത്തതാണ് ഈ സാമാന്യ ബോധം എന്ന് പറയുന്നത്. എന്നാൽ സമൂഹശാസ്ത്രത്തിന്റെ രീതി ശാസ്ത്രീയമായതാണ്. അത് സാമാന്യ ബോധത്തിൽ നിന്നും തത്വചിന്താപരമായ ആശയങ്ങളിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായതാണ്. സമൂഹത്തെക്കുറിച്ചുള്ള പഠനത്തിൽ ശാസ്ത്രീയ രീതികൾ അവലംബിക്കുന്നുണ്ട്. അപ്പോൾ സമൂഹശാസ്ത്രവും സാമാന്യബോധവും രണ്ടും വ്യത്യസ്തമാണ്. സാമാന്യബോധം എന്ന് പറയുന്നത് വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. ഓരോ ആളുകൾക്കും ഉള്ള അഭിപ്രായമാണ് സാമാന്യബോധം എന്ന് പറയുന്നത്. അതിന് യാതൊരു ശാസ്ത്രീയ പിൻബലവും ഉണ്ടായിരിക്കില്ല. എന്നാൽ സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് ശാസ്ത്രീയപരമായിട്ടുള്ള ഒന്നാണ്. സമൂഹത്തെക്കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾ ഒരുപാട് ശാസ്ത്രീയ രീതികൾ അവലംബിക്കുന്നുണ്ട്. 18-19 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലുണ്ടായ സംഭവവികാസങ്ങളാണ് സമൂഹശാസ്ത്രം, ഈ സോഷ്യോളജി എന്നുള്ള
ഒരു ശാസ്ത്രശാഖ ഉത്ഭവിക്കാനുള്ള കാരണമായത് വന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 18-19 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലുണ്ടായ സംഭവ വികാസങ്ങൾ, വ്യവസായവൽക്കരണം പോലുള്ള സംഭവ വികാസങ്ങളാണ് സമൂഹശാസ്ത്രത്തിന്റെ ഉത്ഭവത്തിന് കാരണമായത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ അന്നത്തെ സമൂഹം നേരിട്ടിരുന്ന പ്രശ്നങ്ങള്, സാമൂഹിക മാറ്റങ്ങൾ, ദുരന്തങ്ങൾ, ചിന്തകൾ എല്ലാം തന്നെ സമൂഹശാസ്ത്രത്തിന്റെ ഉത്ഭവത്തിന് കാരണമായിട്ടുണ്ട്. ശാസ്ത്രീയ സിദ്ധാന്തങ്ങളും സാമൂഹ്യ ശാസ്ത്രജ്ഞർ, നരവംശ ശാസ്ത്രജ്ഞർ, ആദ്യകാല യാത്രികർ തുടങ്ങിയവരുടെ സാമൂഹിക കണ്ടെത്തലുകളും സമൂഹത്തെ വിവിധ രീതിയിൽ വർഗീകരിക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. ഈ സമൂഹശാസ്ത്രത്തിന്റെ ഉത്ഭവത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഈ സമൂഹശാസ്ത്രത്തിന്റെ ഉത്ഭവത്തിലേക്ക് നയിച്ചിട്ടുള്ള ഈ ബുദ്ധിപരമായ ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ആശയമായി വരുന്നത് ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമാണ്. അത് സമൂഹശാസ്ത്രത്തിൽ ഉണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത് സമൂഹത്തെ വർഗീകരിക്കാനായി സഹായിച്ചു. സാമൂഹിക വികസനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിർണയിച്ചു. അതേപോലെ തന്നെ പാശ്ചാത്യ സമൂഹത്തെ ഏറ്റവും പുരോഗമനമുള്ള സംസ്കാരമായി പരിഗണിച്ചിരുന്നു. അതൊക്കെയാണ് സമൂഹശാസ്ത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ആശയം ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമാണ്. അതില് സമൂഹത്തെ വർഗീകരിച്ചു. ഇറ്റ് കാറ്റഗറൈസ്ഡ് ദ സൊസൈറ്റി ആൻഡ് ദ സ്റ്റേജസ് ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ് വേർ ഐഡന്റിഫൈഡ്. സാമൂഹിക വികസനത്തിന്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാന്ന് മനസ്സിലാക്കാനായി സാധിച്ചു. വെസ്റ്റേൺ സോഷ്യോളജി വേർ റിഗാർഡഡ് ആസ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് സൊസൈറ്റി. ഈ വെസ്റ്റേൺ സൊസൈറ്റീനെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, കൂടുതൽ പുരോഗമനമുള്ള സംസ്കാരമായി പരിഗണിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഹെർബർട്ട് സ്പെൻസറുടെ ജൈവിക സാദൃശ്യം, ഓർഗാനിക് അനോളജി, അതേപോലെ തന്നെ സോഷ്യൽ ഡാർവിനിസം ആണ്. അത് സമൂഹത്തിലെ ഓരോ ജീവിയെയും താരതമ്യം ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. സൊസൈറ്റി കമ്പയർഡ് ടു ലിവിങ് ഓർഗാനിസംസ്. ഇനി അത് കഴിഞ്ഞ പിന്നെ വരുന്നത് തോമസ് ഹോബ്സും അതേപോലെ തന്നെ ജോൺ ലോക്കും. അവരുടെ സംഭാവന എന്ന് പറയുന്നത് യൂറോപ്പിലുണ്ടായ ജ്ഞാനോദയമായിരുന്നു. ദാരിദ്ര്യത്തെ നൈസർഗിക പ്രതിഭാസമായി കണ്ടിരുന്നതിന് പകരം ചൂഷണം മൂലമുണ്ടാകുന്ന ഒരു സാമൂഹ്യ പ്രശ്നമാണെന്ന് വിലയിരുത്തപ്പെട്ടത് ഇവരുടെ ഈ ഒരു സംഭാവനയിലൂടെയാണ്. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു നൈസർഗിക പ്രതിഭാസമല്ല, അതൊരു നാച്ചുറൽ ഫിനോമിന അല്ല, മറിച്ച് എന്താണ്, അതൊരു സോഷ്യൽ പ്രോബ്ലം ആണെന്നുള്ളത് വിലയിരുത്താൻ തുടങ്ങിയത് ഇവരുടെ ഈ ജ്ഞാനോദയം വന്നതിന് ശേഷമാണ്. പിന്നെ വരുന്ന മറ്റുള്ള കുറച്ച് ബുദ്ധിപരമായ ആശയങ്ങൾ എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവം, അതേപോലെ തന്നെ സാമൂഹിക സർവേകൾ, പാശ്ചാത്യ ചിന്തകളൊക്കെ ഇതിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ സോഷ്യോളജിയുടെ മേക്കിങ്ങിന്, സമൂഹശാസ്ത്രം രൂപുന്നതിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് സ്കോപ്പ് ഓഫ് സോഷ്യോളജി, അല്ലെങ്കിൽ ഈ സമൂഹശാസ്ത്രത്തിന്റെ വ്യാപ്തിയെ കുറിച്ചാണ്. സമൂഹശാസ്ത്രത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒന്നാണ്. സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ജനറൽ സോഷ്യൽ സയൻസ് ആണ്, ഒരു സിസ്റ്റമാറ്റിക് സോഷ്യൽ സയൻസ് ആണ്. വ്യത്യസ്ത തരത്തിലുള്ള സാമൂഹ്യ ബന്ധങ്ങളെ കുറിച്ച് സമൂഹശാസ്ത്രം പഠിക്കുന്നുണ്ട്. വ്യക്തിതലത്തിലും സാമൂഹ്യ തലത്തിലും ആഗോള തലത്തിലും എല്ലാം തന്നെ സാമൂഹ്യ ബന്ധങ്ങളെ കുറിച്ച് സമൂഹശാസ്ത്രം പഠിക്കുന്നുണ്ട്. സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിപരമായ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. ഒരുപാട് ഇന്റലക്ച്വൽ ബെനിഫിറ്റ്സ് നമുക്ക് അതിന് കിട്ടുന്നുണ്ട്. പിന്നെ നാം ജീവിക്കുന്ന സമൂഹത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടാക്കാനായി സമൂഹശാസ്ത്രം സഹായിക്കുന്നു. സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായ അറിവ് പ്രദാനം ചെയ്യുന്നുണ്ട്. വർണ്ണം, വർഗം, പ്രദേശം, മതം എന്നിവയിലുണ്ടാകുന്ന സങ്കുചിതത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാനായി ഇത് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സാമൂഹ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമെന്ന് കണ്ടെത്താനും അതിന് പരിഹാരം കണ്ടെത്താനും സമൂഹശാസ്ത്രം സഹായിക്കുന്നുണ്ട്. സാമൂഹിക ഐക്യത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും സമൂഹശാസ്ത്രം ചർച്ച ചെയ്യുന്നു. സാംസ്കാരിക മാറ്റങ്ങൾ, ബന്ധങ്ങൾ, ശ്രേണി, ഗണം, പദവി, ജനസംഖ്യ, സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്നിവയെക്കുറിച്ച് എല്ലാം തന്നെ സമൂഹശാസ്ത്രം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് സമൂഹശാസ്ത്രം എന്ന് പറയുന്നത്? വളരെ വിശാലമായ ഒന്നാണ്. വ്യത്യസ്ത തലത്തിലുള്ള സാമൂഹ്യ ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. വ്യക്തിതലത്തിലും സാമൂഹ്യ തലത്തിലും ആഗോള തലത്തിലുമെല്ലാം ഈ സാമൂഹ്യ ബന്ധങ്ങളെ കുറിച്ച് സമൂഹശാസ്ത്രം പഠിക്കുന്നു.
സമൂഹശാസ്ത്രം എന്ന് അത് പഠിക്കുന്നത് കൊണ്ട് ഒരുപാട് ബുദ്ധിപരമായ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. നാം ഇന്ന് ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ടാക്കാനായി സമൂഹശാസ്ത്രം സഹായിക്കുന്നു. അതേപോലെ സമൂഹശാസ്ത്രം വസ്തുനിഷ്ഠമായിട്ടുള്ള അറിവ് നൽകുന്നുണ്ട്. വർണ്ണം, വർഗം, പ്രദേശം, മതം എന്നിവയിൽ ഉണ്ടാകുന്ന സങ്കുചിതത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നതും സമൂഹശാസ്ത്രം തന്നെയാണ്. സാമൂഹിക പ്രശ്നങ്ങൾ എന്തെല്ലാം എന്ന് കണ്ടെത്തുന്നതും അതിന് പരിഹാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് സമൂഹശാസ്ത്രം തന്നെയാണ്. സാമൂഹിക ഐക്യത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും സമൂഹശാസ്ത്രത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. സാമൂഹിക സാംസ്കാരിക മാറ്റങ്ങളെക്കുറിച്ചും ബന്ധങ്ങൾ, ശ്രേണി, ഗണം, പദവി, ജനസംഖ്യ, സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്നിവയെക്കുറിച്ചും സമൂഹശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു.